ബാറക്കമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. അബ്രാഹാത്തിൻ്റെ ജീവിതത്തിലൂടെ നാം ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ വാഗ്ദാന ദേശം പ്രാപിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: വിശ്വാസത്താൽ അബ്രാഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ഇവിടെ കാണപ്പെടാത്ത ഒരു ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന അബ്രാഹാത്തിനെ കുറിച്ചാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ വെളിപ്പെടുന്നത്. ഇതൊരു ക്രിസ്തീയ ജീവൻ നയിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിത യാത്രയാണ്. ഇവിടെ ഒരു വിശ്വാസിയുടെ ലക്ഷ്യം, വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശം അതേതാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ അബ്രാഹാം ലക്ഷ്യം വെച്ചിരിക്കുന്ന വാഗ്ദദേശം കനാൻ ദേശമാണ്. അത് ഈ ഭൂമിയിലുള്ള ഭൗതികമായൊരു ദേശമാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശം എന്ന് പറയുന്നത് നിത്യമായ സ്വർഗരാജ്യമാണ്. അതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം പിന്നീട് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തേക്ക്, ഒരു അന്യദേശത്തേക്ക് എന്ന പോലെ ചെന്ന് വാഗ്ദത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. ഇത് ഇന്ന് വിശ്വാസ ജീവൻ നയിക്കുന്ന വ്യക്തിയുടെ ജീവനുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ, അന്ന് അബ്രാഹാം കൂടാരമടിച്ച് അതിനുള്ളിൽ കുടുംബമായി ജീവിച്ചു. ഇന്ന് നമ്മൾ കൂടാരം അടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ കൂടാരം എന്ന് പറയുന്നത് ഈ ഭൗതികമായ ശരീരമാണ്. നമ്മുടെ കൂടാരം ഭൗമ ഭവനമായ ഈ ശരീരം വിട്ട്, ഈ കൂടാരം വിട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യമായ ഒരു ദേശത്തേക്ക് യാത്ര ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഒരു വിശ്വാസി. വീണ്ടും കർത്താവിന്റെ വചനം പറയുന്നു, അടുത്ത വാക്യത്തിൽ പറയുകയാണ്: ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇവിടെ ഈ നഗരത്തെ ഏതാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഒരു വിശ്വാസിയുടെ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവം എനിക്കായി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായൊരു കൊട്ടാരം സ്വർഗത്തിൽ ഉണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പോകുന്ന നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നീട് വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വാഗ്ദാനമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശ. അതായത് നമ്മൾ ഈ ലോകത്തിൽ അനാദികാലം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല. താൽക്കാലികമായ ഒരു ജീവിതമാണ് ഈ ഭൂമിയിലെ ഒരു വിശ്വാസിയുടെ ജീവിതം, ഒരു മനുഷ്യൻ്റെ ജീവിതം. ഒരു മനുഷ്യൻ്റെ ആയുസ് എത്രയെന്ന് ആർക്കും അറിയില്ല. ഒരു മനുഷ്യൻ എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരിക്കും എന്ന് ലോകത്തിൽ ആർക്കും അറിയില്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ അന്ത്യം എപ്പോഴെന്ന് അറിയില്ലായതുകൊണ്ട് എപ്പോഴും ഉണർന്നിരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണ് ഇത് സംഭവിക്കുക എന്ന് അറിയില്ലാത്ത 3 കാര്യങ്ങളുണ്ട്. 1, മരണം എപ്പോൾ സംഭവിക്കുന്ന ആർക്കും അറിയില്ല. 2, ലോകം എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ അവസാനിക്കുന്ന ആർക്കും അറിയില്ല. 3, യേശു എപ്പോൾ വരുമെന്ന് ആർക്കും അറിയില്ല. ഈ 3 കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുകയാണ്. മരണത്തിലൂടെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ലോകാവസാനത്തിലൂടെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവിലൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതം തീരുകയാണ്. ഈ 3 മുഖാന്തരങ്ങൾ ഏതെങ്കിലും ഒരു മുഖാന്തരത്തിലൂടെ നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ തീരും. അതായത് താൽക്കാലികമായ ഒരു ഭൗമ ഭവനമാണ് ഈ ലോക ജീവിതം എന്ന് പറയുന്നത്. ഈ കൂടാരം വിട്ട് നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന കൈപ്പണിയല്ലാത്ത, മനുഷ്യൻ്റെ കരങ്ങളാൽ നിർമ്മിതമല്ലാത്ത ഒരു മനോഹരമായൊരു കൊട്ടാരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ആ ദേശത്തെ നോക്കിയാണ് നമ്മുടെ യാത്ര. അതിനെക്കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുകയാണ്: അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കുന്നുവല്ലോ. ഒരു വിശ്വാസിയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് വേണ്ടി ദൈവം ഒരു നഗരം, ഒരു ഭവനം ഒരുക്കുന്നുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്.
വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 7-8 വാക്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിക്കായി കണക്കിട്ടു. അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് കാണപ്പെടാത്ത ദേശം ലക്ഷ്യമാക്കി ദൈവത്തെ അനുസരിച്ച് യാത്ര ചെയ്തത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയാണ്, ദൈവം അത് നീതിക്കായി കണക്കിട്ടു. അതുകൊണ്ട് വിശ്വാസികൾ അബ്രാഹാമിൻ്റെ മക്കൾ ആയിത്തീരുകയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി അബ്രാഹാം മുഖാന്തരം വിശ്വാസപൂർവം കാണപ്പെടാത്ത ഒരു ദേശം, ഒരു ഭവനം അല്ലെങ്കിൽ ഒരു നഗരം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഇന്ന് എങ്ങനെയാണെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. അബ്രാഹാം അന്ന് കാണപ്പെടാത്ത ഒരു ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്തുവെങ്കിൽ ഇന്ന് ഒരു വിശ്വാസിയായി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത നിത്യമായ സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. അബ്രാഹാം അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ അത് മുഖാന്തരം നമ്മൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് അബ്രാഹാമിനെ പോലെ കാണപ്പെടാത്ത സ്വർഗരാജ്യം ലക്ഷ്യമാക്കി നാം യാത്ര ചെയ്യണം. അന്ന് അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തെ അനുസരിച്ചു, ദൈവനീതിക്കായി കണക്കിട്ടു. അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് ദൈവത്തിൻ്റെ വചനം സുവിശേഷങ്ങളിൽ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാം വചനം പരിശോധിക്കുമ്പോൾ, അന്ന് വിശ്വാസത്താൽ വാഗ്ദാനദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്ത അബ്രാഹാം ഇന്ന് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കർത്താവിന്റെ വചനം ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രാഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അബ്രാഹാം എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിൽ. അതായത് ഈ ലോകത്ത് നിന്ന് മരണം വഴി ലോകത്ത് നിന്ന് വേർപെട്ട അബ്രാഹാമിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുകയാണ്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രാഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ മരണത്തിന് ശേഷം അപ്പുറം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് അബ്രാഹാം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ ഇതായിരിക്കണം, മരണം കൊണ്ട് തീരുന്നതല്ല ഈ ലോക ജീവിതം. മരണത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട്. ഈ ലോക ജീവിതം വിട്ട് കഴിഞ്ഞാൽ അടുത്തൊരു ലോകത്തിലേക്ക് ഒരു മനുഷ്യന് ജീവിതമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ജനിച്ചാൽ 9 മാസം കഴിഞ്ഞാൽ, 9 ദിവസം കഴിഞ്ഞാൽ, 9 മണിക്കൂർ കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നു വീഴും. ഗർഭ അവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞ്, ഭവനത്തിലായിരിക്കുന്ന ഈ കുഞ്ഞ് ഭൗമലോകത്തിലേക്ക് ജനിച്ചു വീഴും. ഈ ഭൗമലോകത്തിൽ ജീവിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഭൗമലോകത്തു നിന്ന് അടുത്തൊരു ആത്മലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നതാണ് മരണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരമ്മയുടെ ഉദരത്തിലൂടെ വളരുന്നൊരു കുഞ്ഞ് അതിൻ്റെ പൂർണ്ണതയിൽ ലോകത്തിലേക്ക് പിറന്നു വീഴുന്ന പോലെ ഈ ലോകത്തിലൊരു മനുഷ്യൻ ദൈവം നൽകിയിരിക്കുന്ന ആയുസ് അതിൻ്റെ പൂർണ്ണ തികഞ്ഞു കഴിയുമ്പോൾ ഭൗമലോകത്തിൽ നിന്ന് ആത്മലോകത്തിലേക്ക് ജനിച്ചു വീഴുന്ന നിമിഷങ്ങളാണ് മരണമെന്ന് പറയുന്നത്. മരണം മനുഷ്യന് ഭയമാണ്. ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മരണത്തെയാണ്. പ്രത്യേകിച്ച് രോഗക്കിടക്കിൽ കിടക്കുന്ന, വാർദ്ധക്യ സഹജമായ രോഗക്കിടക്കിൽ കിടക്കുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് മരണഭയമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശു ഉള്ളത്തിൽ ജീവിക്കുന്ന, യേശു ചങ്കിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നുവെന്ന് വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മരണത്തെ ഭയമില്ല. കാരണം പരിശുദ്ധനായ പൗലോസ് പറഞ്ഞു, ഞാൻ ജീവിച്ചാലും മരിച്ചാലും കർത്താവിനോട് കൂടെയാണ്. ഇതാണെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ. ഇന്ന് എനിക്ക് രോഗമുണ്ട്, കഷ്ടതയുണ്ട്, ദാരിദ്ര്യമുണ്ട്, എന്നാൽ രോഗങ്ങളില്ലാത്ത, കഷ്ടതയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, വേദനയില്ലാത്ത നിത്യസന്തോഷത്തിലേക്ക് ഞാൻ ജനിച്ചു വീഴുന്ന നിമിഷമാണ് എൻ്റെ മരണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധനായ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, ശരീരം വിട്ട് പിരിയാൻ ഞാൻ ഏറ്റവും കൂടുതൽ കാക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആഗ്രഹമുണ്ടോ? എനിക്ക് മരണത്തെ സ്നേഹമാണ്, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്, മരിക്കുന്ന നിമിഷം ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ ജനിച്ചു വീഴുകയാണ്. ഈ ഒരു പ്രത്യാശ ഒരു വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇവിടെ അന്ന് വാഗ്ദത്ത ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്ത അബ്രഹാം ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറുദീസയിലാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മരണത്തിന് ശേഷം അപ്പുറം ഒരു ജീവിതമുണ്ട്. അതായത് മനുഷ്യൻ്റെ ശരീരത്തിന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാലും ആ മനുഷ്യൻ്റെ ആത്മാവിനൊരു ജീവിതമുണ്ട്. ശരീരം ഈ ഭൂമിയിൽ ഇല്ലാതായിത്തീരും, ദ്രവിച്ചു തീരും, ക്ഷയിച്ചു തീരും. എന്നാൽ ആത്മാവിന് ഒരിക്കലും ക്ഷയം സംഭവിക്കുന്നില്ല. ആത്മാവ് അതേപടി തന്നെ ജീവിക്കും. ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചോ അതുപോലെ തന്നെ ശരീരത്തോട് കൂടെയല്ല, ശരീരമില്ലാതെ ഒരു ജീവിതമുണ്ട് എന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം.
ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ധനവാന്റെയും അവൻ്റെ പടിവാതിൽ കിടക്കുന്ന ലാസറിൻ്റെയും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. ഇതൊരു കഥയായി, ഒരു ഉപമയായിട്ടൊക്കെ പലരും ചിത്രീകരിക്കുന്നുണ്ട്. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ഒരിക്കലും ഇത് ഒരു കഥയല്ല, ഇതൊരു ഉപമയല്ല. ഇത് മോശയുടെ കാലത്ത് സംഭവിച്ചൊരു കാര്യമാണ്. കാരണം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ അബ്രഹാം പറയുന്നൊരു വാക്കുണ്ട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അപ്പോൾ മോശയുടെയും പ്രവാചകന്മാരുടെയും കാലത്ത് നടന്ന ഒരു സംഭവം യേശുക്രിസ്തു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ധനവാനായ ഈ മനുഷ്യനും ദരിദ്രനായ മനുഷ്യനും മരിക്കുകയാണ്. രണ്ടുപേരും മരിച്ചു. എന്നാൽ രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ 22-ാമത്തെ വാക്യത്തിൽ കഥാന വചനം പറയുകയാണ്, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രാഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാൻ മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരെ നിന്ന് അബ്രാഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറെയും കണ്ടു. അതായത് ഈ ഭൂമിയിൽ വിശ്വാസ ജീവൻ നയിച്ച അബ്രാഹാം ഇപ്പോൾ പർദീസായിൽ ഇരിക്കുകയാണ്. ഇവിടെ ആ അബ്രഹാമിൻ്റെ മടിയിൽ അല്ലെങ്കിൽ പർദീസ അനുഭവത്തിൽ ലാസർ എന്ന മകനും ഇരിക്കുകയാണ്. ഇവിടെ ധനവാനായ മനുഷ്യൻ അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ കണ്ടു എന്ന് പറയുമ്പോൾ ആത്മാവിന് കാണാൻ സാധിക്കും. മരണം വഴി ലോകത്ത് നിന്ന് വേർപെട്ട ഒരു ആത്മാവിന് കാണാൻ സാധിക്കുമെന്ന് കഥാനുവാദനം വെളിപ്പെടുത്തുക. വീണ്ടും അതിന് അടുത്ത വാക്യം വായിക്കുമ്പോൾ, അബ്രഹാം പിതാവ് എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് ഈ ധനവാനായ മനുഷ്യൻ വിളിച്ചു പറയുക. അപ്പോൾ കാണുക മാത്രമല്ല, സംസാരിക്കാനും സാധിക്കും. ഇവിടെ ധനവാനായ മനുഷ്യൻ ലാസറിനെ കാണുന്നു, അബ്രഹാമിനെ കാണുന്നു. മാത്രമല്ല ഈ ധനവാനായ മനുഷ്യൻ ഉറക്കെ നിലവിളിക്കുകയാണ്. അപ്പോൾ സംസാരിക്കാൻ സാധിക്കുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തുകയാണ്. വീണ്ടും ഇവിടെ എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് ഈ ലാസറിനെ അയക്കണമേ എന്ന് പറയുകയാണ്. അപ്പോൾ നാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടുവെങ്കിലും ആത്മാവിന് നാവുണ്ട്, ആത്മാവിന് വിരലുണ്ട്. അപ്പോൾ ശരീരത്തിന് അവയവങ്ങളുള്ളതുപോലെ തന്നെ ആത്മാവിന് അവയവങ്ങളുണ്ട്. അതുമാത്രമല്ല, വൈകാരികമായ അനുഭവം ഈ ആത്മാവിനുണ്ട്. ഇവിടെ തീ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുകയാണ്. അപ്പോൾ വേദനിക്കുന്ന ആത്മാവിന് വേദന അനുഭവിക്കാൻ വൈകാരികമായ അനുഭവങ്ങൾ ആത്മാവിനുണ്ട്. ഈ ഭൂമിയിൽ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതുപോലെ തന്നെ ശരീരത്തിൽ വേർപെട്ടാലും ആത്മാവിന് വേദനയുണ്ട്. ഇവിടെ ഈ മനുഷ്യൻ്റെ ആത്മാവ് നിലവിളിക്കുകയാണ്. ഈ ജ്വാലയിൽ, ഈ അഗ്നി ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് നിലവിളിച്ച് പറയുകയാണ്. അപ്പോൾ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടാലും ഈ ആത്മാവിന് വേദന അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ കർത്താവിന് വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ഈ അബ്രഹാം പിതാവിനോട് നിലവിളിച്ചുകൊണ്ട് പറയാണ്, അബ്രഹാം പിതാവേ, ഞാനിപ്പോൾ വേദന അനുഭവിക്കുകയാണ്. അപ്പോൾ സംസാരിക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും. ശരീരത്തിന് അവയവങ്ങളുള്ളതുപോലെ തന്നെ ആത്മാവിന് അവയവമുണ്ട്. ശരീരത്തിന് വൈകാരികമായ അനുഭവമുള്ളതുപോലെ തന്നെ ആത്മാവിനും വൈകാരികമായ അനുഭവങ്ങളുണ്ട് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ മരണത്തോടുകൂടി തീരുന്നതല്ല ഈ ഭൂമിയിലെ ജീവിതം. മരണത്തിന് ശേഷം നമ്മുടെ ആത്മാവ് നിത്യമായി ജീവിക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നിത്യമായി സ്വർഗരാജ്യം അനുഭവിക്കാൻ സാധ്യമല്ല. ഇവിടെ ധനവാനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. അവൻ ആ മോടിയോടുകൂടി വസ്ത്രം ധരിച്ച് ആർഭാടപൂർവ്വം ജീവിച്ചു. എന്നാൽ അവൻ ഒരിക്കലും പർദീസായിൽ അല്ലെങ്കിൽ അബ്രാഹാം അടിയിൽ എത്തുവാൻ അവന് സാധിച്ചില്ല. അവൻ യാതനാ സ്ഥലത്ത് അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന സ്ഥലത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചൊരു സത്യമുണ്ട്. ഈ ഭൂമിയിൽ പാപത്തിൽ ജീവിച്ചാൽ പാപത്തിൽ മരിക്കും. രണ്ട് രീതിയിലുള്ള മരണമുണ്ട്. ഒന്ന് ക്രിസ്തുവിൽ മരിക്കുക, രണ്ട് പാപത്തിൽ മരിക്കുക. ക്രിസ്തുവിൽ മരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, വെളിപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം, ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നം നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടർന്നു എന്ന് ആത്മാവ് പറയുന്നു. ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ.
കർത്താവായ യേശുക്രിസ്തുവിൽ മരിക്കുന്ന വിശുദ്ധന്മാർ ഭാഗ്യവാന്മാർ, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പോൾ ക്രിസ്തുവിൽ മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഒരു വ്യക്തി നിത്യതയിൽ ആനന്ദം അനുഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇവിടെ യേശുക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തിയുടെ മരണാനന്തര അവസ്ഥയെക്കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ, കർത്താവായ യേശുക്രിസ്തുവിൽ ജീവിച്ച് യേശുക്രിസ്തുവിനെ പ്രത്യാശയോടെ കാത്തിരുന്ന് ഈ ലോകത്ത് മരണം വഴി മാറ്റപ്പെട്ട സകല വിശുദ്ധരും കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. വചനം പറയുകയാണ്, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന് പറഞ്ഞാൽ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിനെ കർത്താവ് ദൈവമായ ഹൃദയത്തിൽ സ്വീകരിച്ച് വിശുദ്ധിയോടെ വിശ്വാസത്തോടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നൊരു വിശ്വാസി, ജീവനോട് ശേഷിക്കുന്ന നാം അവനോടുകൂടെ അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതായത് യേശുക്രിസ്തുവിൽ ജീവിച്ച് യേശുവിനെ കർത്താവും ദൈവമായ ഹൃദയത്തിൽ സ്വീകരിച്ച് പാപം വെറുത്തുപേക്ഷിച്ച് വിശ്വാസത്തോടെ വിശുദ്ധിയോടെ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഏതൊരു വ്യക്തി മരിച്ചാലും ആ വ്യക്തി കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഞൊടിയിടയിൽ രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ നിത്യമായ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, വേർതിരിക്കപ്പെടുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കാരണം അവർ യേശുക്രിസ്തുവിൽ മരിച്ചാൽ അവർക്ക് നിത്യമായ സ്വർഗരാജ്യമുണ്ട്. വേദനകളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, കഷ്ടതയില്ലാത്ത, നിത്യ സന്തോഷത്തിൻ്റെ അനുഭവമുള്ള നിത്യമായൊരു ജീവിതം. എന്നാൽ പാപത്തിൽ ജീവിച്ചാലോ, പാപത്തിൽ മരിച്ചാലോ, കർത്താവിൻ്റെ വചനം പറയുന്നു, പാപത്തിൽ ജീവിക്കുന്നവൻ പാപത്തിൽ മരിക്കും. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്, അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പാപത്തിൽ ജീവിച്ചാൽ പാപത്തിൽ മരിക്കും. അങ്ങനെ പാപത്തിൽ മരിച്ചാൽ യേശു പറയുകയാണ്, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല. യേശു പോകുന്ന എങ്ങോട്ടാണ്? നമുക്കറിയാം, യേശു വന്നത് സ്വർഗത്തിൽ നിന്നാണെങ്കിൽ യേശു പോകുന്നത് സ്വർഗത്തിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ യേശു വസിക്കുന്ന വിശുദ്ധന്മാർക്ക്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ച് മരണം പ്രാപിക്കുന്ന സകല വിശുദ്ധർക്കുമായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഒരിക്കലും ഒരു പാപിക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. പാപത്തിൽ മരിക്കുന്ന വ്യക്തി സ്വർഗരാജ്യം കണി കാണുകയില്ല, സ്വർഗരാജ്യ അനുഭവം ആസ്വദിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പാപത്തിൽ മരിച്ചാൽ അവൻ്റെ അന്ത്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം പരിശോധിക്കുമ്പോൾ ദൈവമായ കർത്താവ് പറയുകയാണ്, ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർമ്മിപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും അവൻ തൻ്റെ ദുഷ്ടത്തിൽ ദുർമാർഗവും വിട്ടുതിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, നീയോ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. വീണ്ടും കർത്താവിന്റെ വചനം പറയുകയാണ്, അഥവാ നീതിമാന്മാർ തൻ്റെ നീതി വിട്ടുമാറി നീതികേട് പ്രവർത്തിച്ചിട്ട് ഞാൻ അവൻ്റെ മുമ്പിൽ ഇടർച്ച വയ്ക്കുന്നുവെങ്കിൽ അവൻ മരിക്കും. നീ അവനെ ഓർപ്പിക്കേണ്ടത് അവൻ തൻ്റെ പാപത്തിൽ മരിക്കും, അവൻ ചെയ്ത നീതി അവന് കണക്കിടുകയില്ല, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. വചനം പറയുകയാണ്, ഒരു പാപി തൻ്റെ പാപത്തിൽ മരിക്കും, അവൻ ചെയ്ത നീതി അവന് കണക്കിടുകയില്ല. പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി എത്ര നീതി ചെയ്തിട്ടും ആ നീതി ദൈവസ്ഥയിൽ കണക്കിടില്ല എന്ന് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഒത്തിരി നന്മ ചെയ്യുന്ന വ്യക്തിയാണ്, ഒത്തിരി പ്രത്യുപകാരം ചെയ്യുന്ന വ്യക്തിയാണ്, മനുഷ്യന് വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ആ നീതി ദൈവസ്ഥയിൽ കണക്കിടില്ലെന്ന് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ നാം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന, നന്മ ചെയ്യുന്ന വ്യക്തിയാണ്, അതൊക്കെ ശരിയാണ്. എന്നാൽ
അതോടൊപ്പം തന്നെ ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധ ജീവൻ നയിക്കുന്നില്ലെങ്കിൽ, പാപം വെറുത്തുപേക്ഷിക്കുന്നില്ലെങ്കിൽ, പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ നിത്യമായ മരണം പ്രാപിക്കുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. എന്താണ് പാപത്തിൻ്റെ ശമ്പളമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുന്നുണ്ട്. വെളിപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു, ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. അപ്പോൾ ഒന്നാമതൊരു മരണമുണ്ട്, അത് ശാരീരികമായ മരണമാണ്. ഒരു മനുഷ്യൻ മരിക്കും, മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. ജനിക്കുന്ന ഏതൊരു മനുഷ്യനും മരണമുണ്ടെങ്കിൽ മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ 4 കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കാൻ സഭാമക്കളെ പഠിപ്പിക്കുന്നു. 1 മരണം, 2 ന്യായവിധി, 3 സ്വർഗം, 4 നരകം. ഒരു മനുഷ്യൻ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും മരണമുണ്ട്. എന്നാൽ മരണത്തോടുകൂടി തീരുന്നതല്ല ഈ ലോക ജീവിതം. മരണത്തിനപ്പുറം ഒരു ന്യായവിധിയുണ്ട്. വചനം പറയുന്നു, വെളിപ്പാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ പക്കലുണ്ട്. യേശു പറയും, ഇതാ ഞാൻ വേഗം വരുന്നു. യേശു എന്തിനാണ് വേഗം വരുന്നത്? ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകാൻ. ഈ ഭൂമിയിൽ നാം ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുന്ന ഒരു ദിവസമുണ്ട്. അതാണ് ന്യായവിധി. ന്യായവിധിയിൽ തെറ്റിപ്പോകാതിരിപ്പാൻ നാം പാപം വെറുത്തുപേക്ഷിക്കണം, പാപ സാഹചര്യം വെറുത്തുപേക്ഷിക്കണം, ഒരു വിശുദ്ധ ജീവൻ നയിക്കണം. യേശുവിനെ കർത്താവും ദൈവമായ ഹൃദയത്തിൽ, ചങ്കിൻ്റെ ഉള്ളിൽ നാം ഹൃദയത്തിൽ സ്വീകരിക്കണം. അങ്ങനെ യേശുക്രിസ്തുവുമായിട്ടൊരു വ്യക്തിപരമായ ജീവിതം നയിക്കുന്നൊരു വ്യക്തി ന്യായവിധിയിൽ ആ വ്യക്തിക്ക് നിത്യമായ സ്വർഗം ലഭിക്കും. വചനം പറയാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ മരിച്ച വൃതന്മാർ ഭാഗ്യവാന്മാരാണ്. യേശുക്രിസ്തുവിൽ ജീവിച്ച് യേശുക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് ന്യായവിധിയില്ല. അവർ നിത്യമായ സ്വർഗരാജ്യത്തിൽ നിത്യമായ ആനന്ദം, സന്തോഷം അനുഭവിക്കും. എന്നാൽ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന വ്യക്തി ന്യായവിധിയിൽ മറ്റൊരു വഴിയിലേക്ക് തിരിയും. അതാണ് രണ്ടാമത്തെ മരണമായ തീപ്പൊയ്ക. വചനം പറയുന്നു, അഗ്നിത്തടാകം. നമുക്കറിയാം, നമ്മൾ ഒരു തീയിൽ തൊട്ടാൽ നമുക്ക് പൊള്ളും. എന്നാൽ ഒരു അഗ്നി തടാകത്തിൽ വീണാലോ, ഒരു മനുഷ്യൻ്റെ ശരീരം തീയിൽ വീണാൽ അതേ അനുഭവമാണ് ഈ ആത്മാവ് നിത്യ നരകാഗ്നിയിൽ വെന്തെരിയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. ധനവാനായ മനുഷ്യൻ യാതന അനുഭവിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ജ്വാലയിൽ ഞാൻ വേദനിക്കുകയാണ്. ആ ലാസറിൻ്റെ വിരലിൻ്റെ അഗ്രം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനൊന്ന് തൊടുവിക്കണം. എൻ്റെ നാവ് പൊള്ളുക, എൻ്റെ ശരീരം മുഴുവൻ പൊള്ളുന്നത് പോലെ ആത്മാവിന് വേദന അനുഭവിക്കാൻ സാധിക്കും. ആത്മാവിൻ്റെ വേദന എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. അങ്ങനെയാണെങ്കിൽ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ നിത്യ നരകാഗ്നിയിൽ വെന്തെരിയുമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബോധ്യം ലഭിക്കുന്നൊരു വ്യക്തി പാപം വെറുത്തുപേക്ഷിച്ച് കർത്താവ് തനിക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യമായ ആ വാഗ്ദത്ത ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യും. അബ്രഹാം തനിക്ക് കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്തുവെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഇന്ന് സ്വർഗം ലക്ഷ്യമാക്കിയാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കാം. ഒരു മനുഷ്യൻ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ന് മരിച്ചാൽ എൻ്റെ നിത്യത എവിടെയാണ്? ഒരിക്കൽ ധ്യാനം കൂടാൻ വന്ന അറിയപ്പെടുന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടർ ധ്യാനം കൂടാൻ വരാൻ കാരണം ഒരു മേജർ അറ്റാക്ക് വന്നിട്ട് മരണത്തോട് മല്ലടിച്ച് അവസാനം ദൈവത്തിൻ്റെ കൃപയാൽ ആ മനുഷ്യൻ രക്ഷപ്പെടുവാൻ സാധിച്ചു. അങ്ങനെ ഈ മനുഷ്യൻ ഒരു അറ്റാക്ക് കഴിഞ്ഞ്, ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു ധ്യാനം കൂടാൻ കടന്നു വരികയാണ്. ധ്യാനം കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞൊരു സാക്ഷ്യം ഇതാണ്, ഞാൻ ആ ഹാർട്ട് അറ്റാക്ക് വന്ന് ഈ ലോകത്ത് നിന്ന് മരണം വഴി മാറ്റപ്പെട്ടിരുന്നുവെങ്കിൽ, ഈ ധ്യാനം കൂടുന്നതിന് മുമ്പ്, ഈ കുംഭസാരത്തിന് മുമ്പ് ഞാൻ ഈ മരണം വഴി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിരുന്നെങ്കിൽ നിത്യമായ നരകാഗ്നിയിൽ, അതായത് നരകത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിത്യ നരകാഗ്നിയിൽ ഞാൻ വെന്തെരിഞ്ഞേനെ. എന്നിട്ട് ആ ഡോക്ടർ തൻ്റെ അനുഭവം പറയുകയാണ്, ഞാൻ ഈ ധ്യാനത്തിൽ, ഈ വചന ശുശ്രൂഷയിൽ കടന്നു വന്ന ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് വ്യക്തമായൊരു ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ കർത്താവിനോട് കൂടിയാണ്, ഞാൻ നിത്യമായ സ്വർഗത്തിന് അവകാശിയാണ്. നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും, ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ കർത്താവിനോട് കൂടിയാണ്, ഇന്ന് ഞാൻ മരിച്ചാൽ നിത്യമായ സ്വർഗത്തിന് ഞാൻ അവകാശിയാണ്? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു പ്രത്യാശ നമുക്കുണ്ടോ? അബ്രഹാം തനിക്ക് കാണപ്പെടാത്ത വാഗ്ദദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്തതുപോലെ ഇന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത ആ നിത്യമായ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി
ഒരു വിശ്വാസ ജീവൻ നയിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അബ്രാഹാം തനിക്ക് കാണപ്പെടാത്ത വാഗ്ദത്ത ദേശം ലക്ഷ്യമാക്കി വിശ്വാസ യാത്ര ചെയ്തതുപോലെ ഈ ഭൂമിയിൽ ഞങ്ങൾ കർത്താവെ നിത്യമായി സ്വർഗ്ഗം ലക്ഷ്യമാക്കി വിശ്വാസ യാത്ര ചെയ്യുവാൻ, വിശ്വാസ ജീവൻ നയിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലോക ജീവിതം കർത്താവ് നിന്നോട് കൂടെയാണെങ്കിൽ, നീ എന്നോട് കൂടെ മരിച്ചാൽ ഞങ്ങൾക്ക് നിത്യമായി സ്വർഗരാജ്യം ലഭിക്കുമെന്ന് അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നല്ലോ. എന്നാൽ ഞങ്ങൾ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ നിത്യമായ നരകാഗ്നിയിൽ ഞങ്ങൾ വെന്തരിയുമെന്നും അവിടെ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. കർത്താവെ, ഇന്ന് കേട്ട വചന മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഒരുക്കുവാൻ, ഞങ്ങളുടെ പാപമാലിന്യങ്ങളെ യേശുവെ അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ കഴുകി കർത്താവെ വിശുദ്ധന്മാർക്ക് മാത്രമായി ഒരുക്കിയിരിക്കുന്ന, കർത്താവെ ക്രിസ്തുവിൽ മരിക്കുന്ന വ്രതന്മാർക്ക് വേണ്ടി മാത്രമായി ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ സ്വർഗരാജ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് നിത്യമായ നരകത്തിന് അവകാശിയായി ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവിടുന്ന് പരിശുദ്ധാത്മാ മുഖാന്തരം പാപബോധവും പശ്ചാത്താപം നൽകി, പാപമോചനം നൽകി നിത്യമായൊരു അനുഭവത്തിലേക്ക്, നിത്യമായ ജീവിതത്തിന് യോഗ്യമായ ജീവിതാനുഭവത്തിലേക്ക് നയിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മരണഭയം അനുഭവിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, മരിക്കുന്ന ലാഭമാണെന്ന് പരിശുദ്ധനായ പൗലോസിനോട് ചേർന്ന് പറയുവാൻ, നിത്യമായ സ്വർഗത്തിന് ഞാൻ അവകാശിയാണെന്ന് വലിയ പ്രത്യാശയോടെ ഏറ്റുപറയാൻ തക്കവണ്ണം അവിടുന്ന് കൃപയും ശക്തി അഭിഷേകം നൽകണം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവെ, പ്രാർത്ഥനയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവുമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.